വിനോദസഞ്ചാരികൾക്ക് കൊച്ചി നഗരത്തിലെ സൗന്ദര്യം ആസ്വദിക്കാൻ കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഡബിൾ ഡെക്കർ ബസ് തയ്യാർ. തിരുവനന്തപുരത്തും മൂന്നാറും നടപ്പിലാക്കി വിജയിച്ച പദ്ധതിയാണ് കൊച്ചിയിലും കൊണ്ടുവരുന്നത്. ബസ് ആലുവ ഗാരേജിൽ അവസാനവട്ട മിനുക്കുപണിയിലാണ്. 15-ന് മന്ത്രി പി രാജീവ് എറണാകുളം ബോട്ടുജെട്ടി സ്റ്റാൻഡിൽ ഉദ്ഘാടനം ചെയ്യും. 80 സീറ്റുള്ള ബസ്സിൽ ബുക്കിംഗ് ഓൺലൈനായാണ്. വൈകിട്ട് 5 മണിക്ക് ബോട്ടുജെട്ടി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ബസ് മറൈൻ ഡ്രൈവ്, ഹൈക്കോടതി, ഗോശ്രീ പാലം വഴി കാളമുക്ക് ജംഗ്ഷനിലെത്തും. തിരികെ ഹൈക്കോടതി, കച്ചേരിപ്പടി, MG റോഡ്, തേവര, വെണ്ടുരുത്തി പാലം, നേവൽ ബേസ്, തോപ്പുംപടി, BOT പാലം എന്നിവിടങ്ങളിലേക്കും എത്തും. BOT പാലത്തിലെത്തുന്നതിന് മുൻപ് ഇടത്തേക്ക് തിരിഞ്ഞ സന്ദർശകർക്ക് കായൽ തീരത്തുള്ള പുതിയ പാർക്കും നടപ്പാതയും ആസ്വദിക്കാനും സൌകര്യമുണ്ടാകും. രാത്രി 8 മണിയോടെ തിരികെ സ്റ്റാൻഡിലെത്തും. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഓടിച്ചിരുന്ന ഓപ്പൺ ടോപ്പ് ബസ്സാണ് കൊച്ചിയിലേക്ക് എത്തിച്ചത്. ബസ്സിലെ ഇരിപ്പിടങ്ങളും മറ്റും മികവുറ്റതാക്കിയിട്ടുണ്ട്. സംഗീതം ആസ്വദിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ ബസ്സുകൾ എത്തിക്കാനാണ് കെഎസ്ആർടിസിയുടെ ശ്രമം. 8 മാസം മുൻപെത്തിയ ഡബിൾ ഡെക്കർ ബസ് സവാരിക്ക് തയ്യാറായിരുന്നെങ്കിലും റോഡിലെ മരച്ചില്ലകളും കേബിളുകളും വൈദ്യുതി ലൈനുകളും തടസ്സമാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇവ നീക്കം ചെയ്ത ശേഷമാണ് ബസ് ഇപ്പോൾ ഓട്ടത്തിനായി തയ്യാറെടുത്തിരിക്കുന്നത്.